വെൽക്കം ടു ഫെമിലിയ ടേൽസ്. ഇന്ന് എൻ്റെ ഫെയർവെല്ലാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് യൂട്യൂബിൽ വരും കേട്ടോ. ദിസ് ഇസ് ഇൻടു മൈ ഫ്യൂച്ചർ. ആൾക്കാർ എങ്ങനെയുണ്ട് ദിസ് ഈസ് മൈ എവറിഥിങ്. ദിസ് ഈസ് അനാമി. ഓക്കെ, അപ്പൊ നമ്മളിനി കൂടുതൽ വ്ലോഗ്, നമ്മളിപ്പോ ഫോട്ടോ സെക്ഷന് പോവാണ് ആക്ച്വലി. ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് സം ഗുഡ് ഫോട്ടോ സെഷൻ. യാ, ഇവിടെ അത്ര വിളിച്ചില്ല. ഇത് നമ്മുടെ ക്ലാസ്സിൽ ജസ്റ്റ് ഇറങ്ങുമ്പോൾ ഉള്ളതാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ മാല ഇടണോ വേണ്ടേന്നുള്ളൊരു ചർച്ചയും കഴിഞ്ഞ് ഞങ്ങൾ വരാനുള്ളവരെയും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. യെസ്, നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയി. നമ്മൾ മാത്രമേ ആക്ച്വലി വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ടായാലും വി ആർ വെയിറ്റിംഗ് ഫോർ ദം, റൈറ്റ്? നല്ല വെയിലായതുകൊണ്ട് അധികം നേരം ഒന്നും ഫോട്ടോ എടുക്കാൻ നിന്നില്ല. നമ്മുടെ ഫോട്ടോ സെക്ഷൻ എല്ലാം ഫെയർവെൽ കഴിഞ്ഞിട്ടായിരുന്നു. നേരെ ഇനി ഫെയർവെല്ലിലേക്ക്. ഗായ്സ്, വെൽക്കം ടു ഷേബി ഫോട്ടോ. സോ ഇത് ഞങ്ങളുടെ അവസാനത്തെ വ്ളോഗായിരിക്കും. ഇനി ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ പോകുന്നത് ചിലപ്പോൾ ഞങ്ങൾ എക്സാം ടൈമിലായിരിക്കും. പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ബിക്കോസ് എക്സാമിൽ തരാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാം. ബൈ ബൈ ഫ്രം. അതെ, അതെന്താ പറയാത്തത്? എനിക്ക് എന്ത് പറയാൻ, എനിക്ക് ക്ലാസ് അത്ര ഇഷ്ടമാണ്. അർജന്റീനയുടെ പാട്ടാണ്. അതിനായി അങ്ങനെ നമ്മുടെ വീഡിയോസ് വരുന്നതാണ്. കൂടാതെ സൂപ്പറാന്ന് പറഞ്ഞതാ. അതെ, സൂപ്പർ, വളരെ. ഓൾ ടുഗദർ ഒരു കിടിലൻ ഡേ തന്നെയായിരുന്നു അന്ന്. ഇച്ചിരി വൈകിപ്പോയി ഇതിടാനെന്നറിയാം. എക്സാം എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. അത്യാവശ്യം ഇമോഷണലായിരുന്നു, കാരണം ജൂനിയേഴ്സ് നമുക്കൊരു കിടിലൻ വീഡിയോസൊക്കെ തന്നെ അതിന് മുമ്പ് അറേഞ്ച് ചെയ്തു. എല്ലാവരും അത് കണ്ടൊരു ഇമോഷണൽ വെയിലായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് പറയാനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഈ കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊരു ഭയങ്കര വലിയൊരു ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ വരുത്തിയത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസും ഒരുപാട് നല്ല കൂട്ടുകാര് ഞാൻ സ്റ്റിൽ ബിലീവ് ചെയ്യുന്നു ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവും നിങ്ങളെല്ലാവരും. അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടി ജൂനിയേഴ്സ് റെഡിയാക്കിയ ആ വീഡിയോ ഞാൻ ലാസ്റ്റ് പ്ലേ ചെയ്യാവേ. താല്പര്യമുള്ളവർ കണ്ടോ. നമുക്ക് നല്ലൊരു കൺക്ലൂഷനൊന്നും ഈ വീഡിയോയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും എല്ലാം കൂടി ചേർത്ത് നല്ല അടിപൊളി ഒരു ഇവൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ചെറിയൊരു ജാമിങ് സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ബട്ട് ലൈക്ക് ഐ വാസ് തിങ്കിങ് 3 വർഷം പോയൊരു പോക്കേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫെയർവെൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.
ഇരുന്നിട്ടും കരിഞ്ഞി. അതാണ് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ അവസ്ഥ. ടോപ്പിക്കൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഒരു മലയാള പണ്ഡിതൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ നിന്നപ്പോഴാണ് ജോർജ് പെട്ടെന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഞങ്ങളൊരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്താലോ എന്നുള്ളൊരു സാധനം വന്നത്. അന്ന് ആ വീഡിയോ എടുത്തവർ മാത്രം ഒന്ന് എടുക്കാൻ വേണ്ടി ഒന്ന് ഗിൽവിനെ കൺവിൻസ് ഒക്കെ ചെയ്ത് മാറ്റിയിട്ട് അത് ഞങ്ങൾ വേറെ എടുത്തു കേട്ടോ അവളെ ഇട്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോയിക്കോ. We are 1, 2, 3 start. We are third years 22-25 signing off. We are third years 22-24. അതിനുശേഷം ഞങ്ങൾ ഗിൽബിയും കൂടി ചേർത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഹായ് ഗായ്സ്, സോ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഈ 3 ഇയേഴ്സ് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത്. പക്ഷേ ഞാൻ വളരെ സങ്കടത്തിലാണ്. എല്ലാവരും ഞാൻ മിസ് ചെയ്യുമോ എല്ലാം ആലോചിക്കുമ്പോഴാണ് ഞാൻ റീൽസ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിഷമായി. നല്ല എഡിറ്റ് ചെയ്തു. എനിക്ക് പറയണമെന്ന് വെച്ചാല് ഇനി ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്യുക. അടിപൊളിയാക്കുക. എനിക്ക് അത്ര പറയാനുള്ളൂ. അതെ, സത്യം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗുമായി കാണുന്നവരെ ബായ്. അയ്യോ, നമ്മുടെ ജൂനിയേഴ്സ് തയ്യാറാക്കിയ വീഡിയോ കാണാൻ ആരും മറക്കല്ലേ. Sa